അത് ടാക്സ് പ്ലാനിങ്ങിൻ്റെ ഭാഗമാണ്. ഒരു ഇപ്പം നമ്മൾ സംസാരിച്ചു 2.5 ലാക്സ് വരെ നിൽ റേറ്റ് ഓഫ് ടാക്സ് ആണ്. 2.5 ലാക്സ് തൊട്ട് 5 ലാക്സ് ആ സ്ലാബ് റേറ്റ് നമ്മൾ സംസാരിച്ചു. ഈ സ്ലാബ് റേറ്റിനുള്ളിൽ നമ്മുടെ ഇൻകത്തെ നിർത്താൻ പറ്റും. അപ്പോൾ ഒരു 40,000 സാലറി കിട്ടുന്ന ആൾക്ക് 4.8 ലാക്സ് പെർ ഇയർ നമുക്ക് സാലറി കിട്ടും. 4.8 ലാക്സ് ഉണ്ടെങ്കിൽ 4.8 ലാക്സിൽ പുള്ളി ടാക്സ് കൊടുക്കാൻ ലയബിളാണ്. 5% ടാക്സ് റേറ്റിൽ ലയബിളാണ്. ഇപ്പം കറൻ്റ്ലി സ്ലാബ് റേറ്റ് നമ്മുടെ റിബേറ്റ് ഉള്ളത് കൊണ്ട് ലയബിലിറ്റി വരുന്നില്ല. ഇപ്പോൾ ഒരു 5 ലാക്സ് ഫോർ എക്സാമ്പിൾ 7 ലാക്സ് ആണെങ്കിൽ 7 ലാക്സ് ഒരു ആനുവൽ സാലറി എങ്കിൽ ആ സാലറിയെ നമുക്ക് ബാക്കിയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസ്, ടാക്സ് എക്സംഷൻ ഓപ്ഷൻസ് ഉണ്ട്. ടാക്സ് എക്സംപ്റ്റഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്. ലൈക്ക് ലൈഫ് ഇൻഷുറൻസ്, ഹോം ലോൺസ്, അതിൻ്റെ ഇൻട്രസ്റ്റ് അല്ലെ പ്രിൻസിപ്പിൾ, അങ്ങനെ കുറേ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ, PF, അങ്ങനെ കുറേ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഇൻകം ടാക്സിൽ പറയുന്നുണ്ട്. അതിൻ്റെ ബെനിഫിറ്റ് എടുത്തുകൊണ്ട് ടാക്സ് ലയബിലിറ്റി മാക്സിമം കുറയ്ക്കുക. അതാണ് ടാക്സ് പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ടുള്ളത്. അപ്പോൾ ഈ 7 ലാക്കുള്ള 5 ലാക്കിന് താഴെ വരുത്തണമെങ്കിൽ ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. അത് ഫയൽ ചെയ്യണം, റിട്ടേൺ ഫയൽ ചെയ്യണം. പക്ഷേ ഈ ഇൻവെസ്റ്റ്മെന്റ്സ് മുഖേന ടോട്ടൽ ഇൻകം 7 ലാക്സ് എന്നുള്ള ബാക്കിയുള്ള 2 ലാക്സ് ഏകദേശം ഇൻവെസ്റ്റ്മെന്റ് വരുത്തി 5 ലാക്സിലോട്ട് ടാക്സബിൾ ഇൻകത്തെ കൊണ്ടുവരികയാണെങ്കിൽ അവർ ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ റിട്ടേൺ ഫയൽ ചെയ്യണമെന്ന് മാത്രം.